അങ്ങനെ ഹിയോന്റെയും ജേസിന്റെയും മുന്നിലെതേ ജിയങ് തയ്യാറാക്കിയ വിഭവങ്ങളും ഒപ്പം തന്നെ മോക്ജുന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ കുക്സ് തയ്യാറാക്കിയ മറ്റു വിഭവങ്ങളും വന്ന് നിൽക്കുമ്പോൾ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നത് ജിയങ്ങിന്റെ ഫുഡ് തന്നെയാണ്. കാരണം അത് ഫുള്ള് അവർ കഴിച്ചു തീർക്കുന്നു. മോക്ജു കൊണ്ടുവന്നത് അത്രയ്ക്കങ്ങ് ഫുള്ള് തീർന്നിട്ടുമില്ല. എന്നിരുന്നാലും രണ്ടുപേരുടെയും എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ജേസൺ അവർക്ക് തിരിച്ചൊരു സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഒരു സമ്മാനമായിട്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, രാജാവ് ഹെൽത്തിയായും ഹാപ്പിയായും മാത്രം ഉണ്ടായാൽ മതി എന്ന് ഹിയോണിനെ പറ്റിയുള്ള തന്റെ കൺസേൺ അവിടെ ഇങ്ങനെ വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സംസാരം മോക്ജു പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അവൾ കള്ളിയാണ്. അവൾ ഹിയോണിനെ തക്കം കിട്ടുമ്പോൾ കൊല്ലാനായിട്ടിരിക്കുന്നവളാണെന്ന് നമുക്കറിയാലോ. എന്തായാലും ഈ സമയം എന്താണ് വേണ്ടതെന്ന് ജിയങ്ങിനോട് ചോദിക്കുമ്പോൾ ജിയങ്ങിന് അവളുടെ ബാഗ് തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെടണമെന്നുണ്ട്. പക്ഷെ ബാഗിന്റെ കാര്യം പറഞ്ഞ ആ ബാഗ് തനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് അത് കേട്ടിരിക്കുന്ന ജിയങ്ങിന് പണി കൊടുക്കാനിരിക്കുന്ന മോക്ജു മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബാഗ് ഈ ജന്മം തനിക്ക് കിട്ടാൻ പോകുന്നില്ല, അത് വെച്ച് അവൾ തനിക്ക് കിട്ടും, ഇനിയും പല പണിയും ഒപ്പിക്കും എന്നറിയാവുന്ന ജിയങ്ങാകട്ടെ ബാഗിന്റെ കാര്യം പറയാതെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പല പല ഫുഡ്സ് ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതിനായി എനിക്ക് കുറെ അധികം ഇൻഗ്രീഡിയൻസ് വേണം. പക്ഷെ ഇവിടെ അത്രയൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ എനിക്ക് പല വെറൈറ്റി ഇൻഗ്രീഡിയൻസ് അവൈലബിൾ ആക്കാനായിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരണമെന്ന് ജിയങ് പറയുമ്പോൾ അതിനെന്താ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും അന്ന് രാത്രി തനിച്ചിരുന്ന് തന്റെ റെസിപ്പി ബുക്കിൽ ബാക്കി കാര്യങ്ങളും കൂടി എഴുതുന്ന ഹ്യോണിനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ജിയങ് തയ്യാറാക്കി കൊടുത്ത ആ ഒരു ഫുഡിന്റെ പടം വരച്ച് അതിന്റെ റെസിപ്പിയൊക്കെ എഴുതി അത് കഴിച്ചാൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഹെൽത്ത് പരമായി, അതൊക്കെ ജിയങ് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇരുന്ന് എഴുതുന്ന ഹ്യോണിനെ നമുക്ക് കാണാം. അത് എഴുതുമ്പോഴൊക്കെ തന്നെ അവന്റെ മനസ്സിൽ ജിയങ്ങിനെ പറ്റിയുള്ള മനോഹരമായ ചിന്തകളുമാണ്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ജിയങ്ങിനെയും ഹിയോണിനെയും എങ്ങനെയും ഒന്നിപ്പിക്കണം, ഇങ്ങനെയാണെങ്കിൽ ഹിയോണിനോട് ഒട്ടും താല്പര്യമില്ല എന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന സോങ് ആകട്ടെ അച്ഛനുമായി ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. ഇവരുടെ സംസാരം കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ജിയങ്ങിന്റെ ആ ഒരു റെസിപ്പി ബുക്കുള്ള ബാഗില്ല, അത് ആരോ എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്ന കണക്ക് നമുക്കൊരു ക്ലൂ കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം. ആ ബാഗ് ആക്ച്വലി എടുത്തു വെച്ചിരിക്കുന്നത് സോങ് തന്നെയാണ്. ഈ ബാഗ് ഹിയോണിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്ത് ഹിയോൺ വഴി ഇത് ജിയങ്ങിന്റെ കയ്യിൽ കിട്ടിയാൽ അവൾക്ക് ഹിയോണിനോടുള്ള ദേഷ്യം മാറി അവർ തമ്മിൽ കൂട്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സോങ്. അങ്ങനെ ആ ഒരു ബാഗ് ഹിയോണിന്റെ കയ്യിൽ അടുത്ത ദിവസം കൊണ്ട് കൊടുക്കുന്നു. ഈ ബാഗ് ജിയങ്ങിന് വേണമെന്ന് നന്നായി അറിയാവുന്ന ഹിയോണാകട്ടെ അത് കണ്ടപ്പോഴേ എനിക്കിത് വളരെ അത്യാവശ്യമുള്ള ബാഗായിരുന്നു, ഇത് എനിക്ക് വേണമെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ അറിയില്ലേ, നിന്റെ എല്ലാ ആവശ്യങ്ങളും എനിക്കറിയാം, നീ മനസ്സിൽ കണ്ടപ്പോൾ ഞാൻ അത് അമാനത്ത് കണ്ട് എടുത്തോണ്ട് വന്നേന്നൊക്കെ പറഞ്ഞ് ആ ബാഗ് സോങ് കൊടുക്കുന്നു. ജിയങ്ങിന് ഇത് കൊടുത്ത് അവള് ഹാപ്പിയോ എന്നൊക്കെ പറഞ്ഞ സോങ് സംസാരിക്കുമ്പോഴേക്കും അവിടെ ഹിയോണിന്റെ മറ്റ് സ്റ്റാഫ്സ് നിൽപ്പുണ്ട്. അവരുടെ മുന്നിൽ പെട്ടെന്ന് ഹിയോൺ ആകെ ഒന്ന് ചമ്മുന്നുണ്ട്. ഇതൊക്കെ അവർ കേൾക്കുവോ, ജിയങ്ങിന് വേണ്ടി തന്നതൊക്കെ ചെയ്യുന്നത് അറിഞ്ഞ് അവർ എന്ത് വിചാരിക്കുന്നൊക്കെ ഉള്ള രീതിക്ക് അവനൊന്ന് ചമ്മി നിൽക്കുമ്പോൾ കാര്യം മനസ്സിലാക്കുന്ന സോങ് ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇതേ അയൽ രാജ്യത്തെ രാജാവിന്റെ ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, അയാൾ എത്തുന്നുണ്ട്. പക്ഷെ അയാൾ എത്തി ഇവിടുത്തെ ഫുഡൊന്നും കഴിക്കാനായി തയ്യാറാവുന്നില്ല. ഹിയോണിന്റെ രാജ്യത്തെ കുക്സ് ഉണ്ടാക്കുന്ന ഫുഡ് വേണ്ടാത്ത അയാൾ ഹിയോണുമായി ചർച്ചയ്ക്ക് ഹിയോണിന്റെ രാജ്യത്തേക്ക് വരുമ്പോഴേ കൂടെ അയാളുടെ കുക്സിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അയൽ രാജ്യത്ത് നിന്ന് ഇതുപോലെ ചർച്ചയ്ക്കും മറ്റുമായി ഒഫീഷ്യൽസ് എത്തുമ്പോൾ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യത്തെ ആളുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാവാനായി ഇതിന്റെ ഇടയിൽ നടക്കുന്ന ചെറിയൊരു അശ്രദ്ധ പോലും മതിയാവും. അതുകൊണ്ട് തന്നെ ഹിയോണിന്റെ നാട്ടിലെ മന്ത്രിമാരും മറ്റും നല്ല രീതിക്ക് കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും ആ വന്നിരിക്കുന്ന ഒഫീഷ്യലിന് മറ്റാരും ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞ് ആള് തന്നെയാണ് ഷെഫിനൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് അങ്ങനെ ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കുമ്പോൾ ഷെഫിന്റെ ജാടയൊന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് അറിയാതെ ജിയങ് ആകട്ടെ അവൾക്ക് ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം അവളെ അത് നൽകാനായി കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്ന വലിയൊരു തോട്ടത്തിൽ നിൽക്കുകയാണ്. അവിടെ പല വിധത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. അവളതൊക്കെ വളരെ കൗതുകത്തിൽ നോക്കി നിൽക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഹിയോണാകട്ടെ നീ ഹാപ്പി ആയോ എന്ന് അവളോട് ചോദിക്കുന്നു. കാരണം അവൾ ഒരു ആഗ്രഹം പറഞ്ഞത് അവനെ സാധിച്ചു കൊടുക്കാൻ സാധിച്ചല്ലോ. ആ ടീമാണ് അവിടെ നല്ല പഴുത്ത മുളകൊക്കെ ചെടിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കണ്ട് വളരെ എക്സൈറ്റഡ് ആയി ഓടി ചെന്ന് ജിയങ് അതെടുത്ത് കടിക്കുന്നത്. ഈ നാട്ടിലപ്പോഴേക്കും എരിവൊന്നും പരിചിതമല്ലല്ലോ. നമ്മൾ കഥയുടെ ഒരു തുടക്ക സീനിലും കണ്ടിരുന്നു അല്ലെ, ജിയങ് ഹിയോണിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിൽ അവൾ എരിവ് ആഡ് ചെയ്തിരുന്നു കുറച്ചധികം. അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചില്ലി പേസ്റ്റ് ഒക്കെ കൊണ്ട്, കാരണം ടൈം ട്രാവൽ ചെയ്ത് വന്ന ടീം അവളുടെ ഡ്രസ്സിനകത്ത് ചില്ലി പേസ്റ്റിന്റെ ട്യൂബ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടീം എരിവ് ഹിയോണിന് വളരെ അൺകംഫർട്ടബിൾ ആയി തോന്നിയെങ്കിലും ആ എരിവ് പിന്നീട് ഒരു അഡിക്ഷൻ ആയി മാറി അവനത് കഴിക്കായിരുന്നു. ഇപ്പോഴും ഈ ചെടിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇതൊന്നും അവർക്ക് കഴിച്ചങ്ങനെ പരിചിതമല്ല. ജിയങ് അങ്ങോട്ടേക്ക് ചെല്ലുന്ന കാണുന്നത് തന്നെ യോ ഇതൊന്നും കഴിക്കുന്ന സാധനമല്ല, അതിന്റെ അടുത്തേക്ക് ഒന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഹിയോൺ തടയുന്നുണ്ട്. പക്ഷെ ജിയങ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അതെല്ലാം ആസ്വദിക്കാണ്. മുളകും പിന്നീട് ഈ പുരാതന കാലത്തെ പല ചെടികളും പച്ചക്കറികളും ഒന്നും മോഡേൺ വേൾഡിൽ അവൈലബിൾ ആയിരുന്നില്ല, പലതും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു, നാമാവശേഷമായി പോയിട്ടുണ്ടായിരുന്നു അല്ലെ, കാലഹരണപ്പെട്ടു പോയി. അവയൊക്കെ ഇപ്പൊ വീണ്ടും ഇങ്ങനെ കാണുമ്പോൾ ബുക്കിൽ വായിച്ചവൾ പഠിച്ചിട്ടുണ്ടായിരുന്ന നെറ്റിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അതിനൊക്കെ നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയി അവൾ നിൽക്കുമ്പോഴേക്കും ആ സമയത്താണ് ഹിയോൺ അവളുടെ ബാഗ് കാണിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായി ആ സമയം ബാഗ് കയ്യിൽ കാണുന്ന ജിയങ് വളരെ തുള്ളിച്ചാടുന്നുണ്ട് സന്തോഷം കൊണ്ട്. ഓ താങ്ക്സ്, ഇതിനായിട്ട് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നെന്ന് പറഞ്ഞ സന്തോഷം സഹിക്കാൻ വയ്യാതെ അവൾ ഹിയോണിനെ പോലും കെട്ടിപ്പിടിച്ച ആ സന്തോഷം പങ്കിടുമ്പോഴേക്കും ഹിയോൺ ആകെപ്പാടെ സ്റ്റക്കായി പോകുന്നുണ്ട്. അല്ല എനിക്ക് വേണ്ടി എന്തിനാ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പെട്ടെന്നൊരു ചോദ്യം ജിയങ് ഹിയോണിനോട് ചോദിക്കുമ്പോഴേക്കും അവളോട് അവന് ഇഷ്ടമുണ്ട് എന്നത് അവന് മനസ്സിലായ കാര്യമാണല്ലോ. പക്ഷെ അത് തുറന്നു പറയാതെ ഞാനെന്തിനു നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണം, അത് പിന്നെ നീ എന്റെ പാചകക്കാരിയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന ആൾ നീയല്ലേ, അതുകൊണ്ട് ചെയ്യുന്ന വേറൊന്നുമില്ല
പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ ഉള്ളിലുള്ള കാര്യം മറച്ചു വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മുന്നിൽ മുഖം വെളിപ്പെടുത്താതെ അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അല്ല എന്തിങ്ങനെ മാറി മാറി പോകുന്നതെന്ന് ചോദിച്ച് ജിയങ് അടുത്ത് വരുന്നുണ്ടെങ്കിലും ഒന്നുമില്ല, നീ എന്റെ പാചകക്കാരി അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും സംസാരിക്കുന്നുണ്ട്. ഈ ടീം എന്തോ പന്തുകേട് തോന്നവൾ നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും വെപ്രാളത്തിൽ മാറി നോക്കുന്ന ഹിയോൺ ജിയങ്ങുമായി മറിഞ്ഞടിച്ച് താഴേക്ക് വീഴുന്നു. രണ്ടുപേരും ഒരു നിമിഷം കണ്ണെടുക്കാതെ പരസ്പരം നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് പെടഞ്ഞെണ്ണീറ്റ് ഹിയോൺ അപ്പോഴും ഒന്നും ഇല്ല എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ എന്തൊക്കെയോ വെപ്രാളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ സ്ലിപ്പായി വീണതല്ലേ, അതിനെന്താ, അതിന് ഇത്രയും വെപ്രാളത്തിൽ സംസാരിക്കേണ്ട ആവശ്യം എന്താണെന്നെല്ലാം അവൾ ചോദിക്കുന്നു. ഈ സമയത്താണ് താഴെ വീണപ്പോ ജിയങ്ങിന്റെ കൈ ചെറുതായി മുറിഞ്ഞത് ഹിയോൺ ശ്രദ്ധിക്കുന്നത്. അവൻ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. ഇത് കാണുന്ന ജിയങ്ങാട്ടെ, ഇതൊരു കുഞ്ഞു മുറിവല്ലേ, ഇതിന് ഇത്രയും വെപ്രാളപ്പെടേണ്ട കാര്യമുണ്ടോ, എന്റെ കൈ ഇതിലും വലുതായി മുറിയുമ്പോഴൊന്നും ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല, പിന്നെയല്ലേ ഇതെന്നും പറഞ്ഞ് വേഗം ആ ബാഗിലെ ബുക്ക് എടുക്കാനായി നോക്കുന്നു. ബാഗ് കിട്ടിയ എക്സൈറ്റ്മെന്റ് ഒന്നും അതിൽ കൈയിട്ട് ബുക്ക് എടുക്കാനായി നോക്കി അവൾക്ക് ആ നിമിഷം ഫീൽ ആവുന്നില്ല. കാരണം അതിൽ ആ ബുക്കേ ഇല്ല. ഇതിലെ ബുക്ക് ഇവിടെ പോയി, ഈ ബുക്കിന് വേണ്ടിയാണ് ഞാൻ ആ ബാഗ് വേണമെന്ന് പറഞ്ഞത്, എനിക്ക് ആ റെസിപ്പി ബുക്ക് വേണം, അത് എവിടെ പോയി എന്നും പറഞ്ഞ് അവൾ ആകെ വെപ്രാളപ്പെടുമ്പോ ആ റെസിപ്പി ബുക്ക് മറഞ്ഞതൊക്കെ നമുക്കറിയാലോ, പക്ഷെ അത് ജിയങ്ങിന് അറിയില്ലല്ലോ. അവൾ ആകെ വെപ്രാളപ്പെടുന്ന ടീം, ഇതില് ബുക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എനിക്ക് ഈ ബാഗ് കിട്ടുമ്പോഴേ ഇതിങ്ങനെ ആയിരുന്നു എന്ന് ഹിയോൺ പറയുന്ന ടീം, അല്ല ഇതിലൊരു റെസിപ്പി ബുക്ക് ഉണ്ടായിരുന്നു, എനിക്ക് അതാ വേണ്ടതെന്നും പറഞ്ഞ് ജിയങ് ടെൻഷൻ ആകുമ്പോഴേക്കും വാ നമുക്കൊരു ആളെ പോയി കാണാമെന്ന് പറഞ്ഞ് ഈ ബാഗ് തനിക്ക് കൊണ്ടു തന്ന സോങ്ങിനെ കാണാനായി ജിയങ്ങിനെയും കൂട്ടി ഹിയോൺ പോകുന്നു. ഇതിലൊരു ബുക്ക് ഇല്ലായിരുന്നോ, അതെവിടെ, ഈ ബാഗ് എടുത്തപ്പോ ആ ബുക്ക് എടുത്തില്ലെന്നല്ല ഹിയോൺ തിരക്കുമ്പോ അങ്ങനെ ഒരു ബുക്കൊന്നും ഈ ബാഗിന്റെ കൂടെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്ന് സോങ് പറയുന്ന ടീം, അല്ലല്ല എനിക്ക് നിങ്ങളെ നല്ല ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ഈ ബാഗ് എടുത്തെങ്കിൽ തീർച്ചയായും എന്റെ ബുക്ക് മാറ്റി കാണുന്നില്ല. ജിയങ് ചോദിക്കുമ്പോ ശരി ആ ഒരു ബുക്കിൽ എന്താ ഉള്ളത് എന്ന് സോങ്ങിന്റെ ചോദ്യത്തിന് അതൊരു റെസിപ്പി ബുക്കാണെന്ന് ജിയങ് മറുപടി പറയുമ്പോ റെസിപ്പി ബുക്കോ, അങ്ങനെ ഒരു റെസിപ്പി ബുക്ക് എടുത്തു മാറ്റിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ, ഞാൻ അങ്ങനെ ഒരു ബുക്ക് കണ്ടിട്ടുമില്ല എടുത്തു മാറ്റിയിട്ടില്ല, ഇനി ഒരു പക്ഷേ ഈ ബാഗ് എടുത്തപ്പോ ബുക്ക് അവിടെ കാണാൻ വീണതായിരിക്കും. ഞാൻ എന്തായാലും എന്റെ ഹിയോൺ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സോങ് പറയുമ്പോ എത്രയും പെട്ടെന്ന് ആ ബുക്ക് എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം, എനിക്ക് ആ ബുക്ക് അത്ര അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ജിയങ് സങ്കടപ്പെടേണ്ട, ആ ബുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തി തരാമെന്ന് ഹിയോൺ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ ജിയങ് ഇവിടെ നിന്ന് സങ്കടപ്പെട്ട് കിച്ചൺ അവിടേക്ക് പോകുമ്പോഴേക്കും കിച്ചണിലുള്ള മറ്റുള്ളവർ കൂടി അവർ ഉണ്ടാക്കി വെച്ചിരുന്ന സോജു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിയങ് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരത് മറച്ചു വെക്കുന്നുണ്ടെങ്കിലും ഇവരെന്തോ ഉടായ്പ ഇവിടെ ഒപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ജിയങ് അത് ചോദിക്കുമ്പോൾ അത് പിന്നെ ഉണ്ടാക്കി വെച്ച സോജു പാകായോ എന്ന് ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യായിരുന്നു എന്ന് അവർ പറയുമ്പോഴേക്കും എനിക്കും കൂടി കുറച്ചതാ എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കുടിക്കുന്ന ജിയങ് ആകട്ടെ അത് മുഴുവൻ കുടിച്ചു തീർത്ത് ആകെ പട ഫിറ്റായി അവിടെ കിടന്ന് പിന്നീട് പാട്ട് കച്ചേരി നടത്തുമായിരുന്നു. പാട്ട് പാടുന്നത് ശോകഗാനാണ്, റെസിപ്പി ബുക്ക് കാണാനില്ലല്ലോ. ആ സങ്കടം എല്ലാം പാട്ടായി പാടി ജിയങ് അവിടെ അങ്ങനെ ഉള്ളിലെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവളിത് എന്തി പറയുന്ന ചെയ്യുന്നതെന്നൊന്നും കൂടെ ഉള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഉള്ള ഡ്രിങ്ക്സ് എല്ലാം അടിച്ച് ജിയങ് ആകെ ഫിറ്റ് ആയി എന്ന് മാത്രം അവർക്ക് മനസ്സിലായി. പിന്നീട് ജിയങ് കണ്ണു തുറക്കുമ്പോഴേക്കും രാത്രി ഒരുപാട് വൈകിയിരുന്നു. വെപ്രാളത്തിൽ അവൾ ലേറ്റ് ആയില്ലോ, ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ ആകുമ്പോഴേക്കും സാരയില്ലെന്നേ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. നല്ല ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയി പോയില്ലേ, ആ ഒരു അവസ്ഥയിൽ എങ്ങനെയാ വിളിച്ചുണർത്തി ഫുഡ് ഉണ്ടാക്കാൻ പറയുന്നത്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ബാക്കി ഷെഫുമാര് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സമാധാനിപ്പിക്കുന്ന ഗിൽഗു ആകട്ടെ അല്ല ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നേ, ആ ബുക്കിന്റെ കാര്യമൊക്കെ എന്താ പറ്റിയെന്നെല്ലാം ചോദിക്കുമ്പോൾ എനിക്ക് ആ ബാഗ് കിട്ടി, മലമുകളിൽ നിന്ന് ഹിയോൺ എടുത്തെറിഞ്ഞ ബാഗ്, പക്ഷെ അതിനകത്തുണ്ടായിരുന്ന എന്റെ റെസിപ്പി ബുക്ക് കിട്ടിയില്ല, അതുണ്ടെങ്കിലല്ലേ എനിക്ക് എന്റെ ലൈഫിലേക്ക് മടങ്ങി പോകാൻ പറ്റൂ, ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവൾ ആകെ ടെൻഷൻ ആയിരിക്കാണ്. ഇവിടെ അങ്ങനെ തിരിച്ചെങ്ങനെ പോവും ആ ബുക്ക് ഇല്ലാതെ എന്ന ആ ഒരു ടെൻഷനില് ജിയങ് ഉള്ള അതേ ടീം തന്നെ ഹിയോൺ ജിയങ്ങിനെ പറ്റി ആലോചിച്ചിരിക്കുകയാണ്. ആ ബുക്ക് കിട്ടിയാ ഇവിടെ നിന്ന് പോകുന്നല്ല അവൾ പറയുന്നത്, ഫ്യൂച്ചറിൽ നിന്ന് വന്നെന്ന് പറയുന്ന അവൾ ആ ബുക്ക് കിട്ടി അങ്ങനെ പോയാല് ഞാൻ പിന്നെ എങ്ങനെ അവളെ കാണും, അവളില്ലാണ്ട് എങ്ങനെ ഞാൻ ഇവിടെ ജീവിക്കും, അവൾ അങ്ങനെ പോവണ്ട, അവൾ എന്നെ ഇട്ടിട്ട് പോയാ എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നെല്ലാം അവൻ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ടെൻഷനോട് കൂടി ആലോചിക്കുകയാണ്. വന്നിപ്പോ ജിയങ് ഉണ്ടാക്കുന്ന ഫുഡില്ലാതെയും ജിയങ്ങിനെ കാണാതെയും ഹിയോണിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പിന്നീട് ഹിയോണിന്റെ അടുത്ത് മന്ത്രിമാർ അയൽ രാജ്യത്ത് നിന്ന് വന്ന ആ ഒഫീഷ്യലിനെ പറ്റി സംസാരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട് ഇത്തവണ, സാധാരണ കൊടുക്കുന്ന കാശിനേക്കാൾ ഏറെ കാശ് കൊടുക്കണം, കുതിരകളെയും ആനകളെയും കൊടുക്കണം, വിലപിടിപ്പുള്ള ആഭരണങ്ങളും നൽകണം, നമ്മുടെ നാട്ടിലെ ലേഡീസിനെ പോലും അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നല്ല മന്ത്രിമാര് പറയുമ്പോൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. മുന്നേ കൊടുത്തോണ്ടിരുന്ന പോലെ അതേ അളവിൽ കാശ് കൊടുക്കാം, അല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ നിന്ന് അവർക്ക് കൊടുക്കാൻ പോകുന്നില്ല, അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല, ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടെന്നില്ല ഹിയോൺ ദേഷ്യപ്പെടുമ്പോഴേക്കും മന്ത്രിമാർക്ക് അതിലോ തീരെ താല്പര്യമില്ല. കാരണം അയൽ രാജ്യം ഇവരെക്കാൾ പവർഫുൾ ആണ്, അവരെ എതിർത്ത് കഴിഞ്ഞാൽ യുദ്ധം നടക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ മന്ത്രിമാർ ഹിയോൺ മാറി കഴിയുമ്പോൾ അവിടെ നിന്ന് ഹിയോണിന്റെ ആ ഒരു തീരുമാനത്തെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീം അത് കേൾക്കുന്ന സോങ് ആകട്ടെ ഹിയോണിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും നാള് നമ്മൾ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു, പക്ഷെ ഇനി അതുപോലെ കൊടുത്തോണ്ടിരുന്ന നമുക്ക് ജീവിക്കണ്ടേ, നമ്മുടെ നാട്ടിലെ സമ്പത്ത് നമുക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും ഉള്ളതല്ലേ, അത് അയൽ രാജ്യക്കാർക്കുള്ള കാണിക്കല്ല എന്നൊക്കെ പറഞ്ഞ് ഹിയോൺ എടുക്കാൻ പോകുന്ന തീരുമാനത്തെ സപ്പോർട്ട് ചെയ്ത് തന്നെ സോങ് മറ്റു മന്ത്രിമാരോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഹിയോണും ആ ഒഫീഷ്യലും തമ്മിലുള്ള സംസാരമാണ് നമ്മൾ കാണുന്നത്. ആ വന്നിരിക്കുന്ന ആള് ചൈനീസ് ആണ്, ഹിയോൺ കൊറിയൻ ആണല്ലോ, അപ്പൊ ഇവർക്കിടയിലെ കോൺവെർസേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനായി കൂടെ ആളുകളുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്ന ഇതേ ടീം തന്നെ. ജിയങ് അപ്പോഴാണ് വന്നിരിക്കുന്ന വെളിനാട്ടിലെ 3 ഷെഫുമാരെ പറ്റി അറിയുന്നത്. 3 ഷെഫുമാരും ഒന്നിനൊന്നിനും മെച്ചമാണ്. അവർ ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുക എന്ന രീതിക്ക് മാത്രമല്ല, ഫുഡ് ഉണ്ടാക്കുന്ന നന്നായിട്ട്, അതും പല ട്രിക്കുകളിലൂടെ കണ്ണുകെട്ടിയൊക്കെ നല്ല ഗംഭീരമായി പാചകം ചെയ്യും. പല പുതിയ ഡിഷസും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, പല കോമ്പറ്റീഷൻസിലും അവർ വിജയിച്ചിട്ടുണ്ട്. കൂടാതെ അവർ നല്ല മാർഷൽ ആർട്സ് അറിയാവുന്ന ആളുകളും കൂടിയാണ് എന്ന രീതിക്കൊക്കെ ആ ഷെഫുമാരെ പറ്റി ഭയങ്കരമായി പൊക്കി പറയുമ്പോൾ അത് വെളിനാട്ടിലെ ഷെഫ് അല്ലേ, അപ്പൊ
ജിയങ്ങിന് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ ഷെഫുമാരും മോശമൊന്നുമല്ല, സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഏറ്റുമുട്ടി നോക്കാവുന്ന മട്ടില് അവൾ കൂടെ ഉണ്ടായിരുന്നവരോട് കിച്ചണിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഹിയോണിനും ആ ഒഫീഷ്യലിനും ഇടയിലുള്ള സംസാരം നമ്മൾ കേൾക്കുമ്പോഴേക്കും ഇവരുടെ രാജ്യത്ത് നിന്ന് ഇതുവരെ കിട്ടുന്നതിനേക്കാൾ കുറെ ഏറെ തന്റെ രാജാവ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന ഒഫീഷ്യൽ പറയുമ്പോഴേക്കും നമ്മൾ രണ്ട് രാജ്യങ്ങളും നമുക്കിടയിലുള്ള സൗഹൃദം നിലനിർത്താൻ നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൈമാറാറുണ്ട്. പക്ഷെ എപ്പോഴും ഞങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് തരുന്ന കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളെക്കാൾ ഏറെ അങ്ങോട്ട് തരാറുണ്ടെങ്കിലും ഇത്തവണത്തെ ഡിമാൻഡ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഹിയോൺ അതൃപ്തി അറിയിച്ച് തന്നെ സംസാരിക്കുകയാണ്. ഇതേ സമയം തന്നെ ഈ വന്നിരിക്കുന്നവരെ ഒന്ന് ട്രീറ്റ് ചെയ്യാനേ ഒരു പ്രത്യേക ഐറ്റം ജിയങ് കിച്ചണിൽ പ്രിപ്പയർ ചെയ്തിരുന്നു. അങ്ങനെ അത് അവർ കഴിക്കുമ്പോഴേക്കും പറയണോ ബാക്കി കാര്യം, ജിയങ്ങിന്റെ ഫുഡ് ആർക്കും ഇഷ്ടപ്പെടാത്ത അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ആ പ്രഗത്ഭരെന്ന് പറഞ്ഞ ആ 3 ഷെഫുമാരും തന്റെ ഷെഫ് ഉണ്ടാക്കുന്ന കണക്ക് ഫുഡ് വേറെ ആരും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് ഈ ഷെഫുമാരെ കൂട്ടിക്കൊണ്ടുവന്ന ഒഫീഷ്യലിനും ഒക്കെ ജിയങ്ങിന്റെ ആ ഒരു ഐറ്റം ഇഷ്ടപ്പെടുകയും കഴിക്കുന്ന അയാൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ചലഞ്ച് വെക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഷെഫും എന്റെ ഈ ഷെഫുമാരും തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടി നോക്കിയാലോ, എന്താ ധൈര്യം ഉണ്ടോന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും പിന്നെ ജിയങ്ങിനെ കളത്തിലിറക്കാനേ ഹിയോണിന് ഒരു പേടിയില്ലല്ലോ. അവൻ പിന്നെ എന്താന്ന് പറഞ്ഞു വരുമ്പോഴേക്കും അയ്യോ വേണ്ടാന്ന് മട്ടില് ജിയങ് ഞാനില്ല എന്ന് കൈ കാണിക്കുമ്പോൾ അത് കാണുന്ന ഹിയോൺ ആകട്ടെ ഒരു ഷെഫുമായിട്ടല്ല 3 ഷെഫുമാരുമായിട്ടും ഏറ്റുമുട്ടാവുന്നതാണ് അവൾ ഈ കൈ കൊണ്ട് കാണിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ ഒരു ഷെഫുമായിട്ടല്ല എന്റെ ഈ ഷെഫ് ഏറ്റുമുട്ടാൻ പോകുന്നത്, നിങ്ങളുടെ 3 ഷെഫുമാരെയും എന്റെ ഈ ഷെഫ് ചലഞ്ച് ചെയ്യും എന്ന് പറഞ്ഞ് അവിടെ സംസാരിക്കുമ്പോൾ ജിയങ്ങിന്റെ നല്ല ജീവൻ പോകുന്നുണ്ട്. പറഞ്ഞത് എന്താ ഈ ഹിയോൺ തനിക്കിട്ട് വീണ്ടും പണി തന്നത് എന്താണെന്ന് മട്ടില് അവൾ ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ അതിനുശേഷം ഹിയോണിനെ തനിച്ച് കണ്ട് സംസാരിക്കുന്ന ജിയങ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ എനിക്കിട്ട് ഇത്രയും വലിയ പണി തന്നെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ഇല്ലാന്നാണോ കാണിച്ചത്, ഞാൻ വിചാരിച്ചത് 3 പേരെയും നീ ചലഞ്ച് ചെയ്യുന്നു എന്നാ. പോട്ടെ, എന്തായാലും ചലഞ്ച് നമ്മൾ ഉറപ്പിച്ചില്ലേ, നീ പങ്കെടുക്ക്, നിനക്ക് ജയിക്കാൻ പറ്റും, എനിക്ക് നിന്നിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടെന്നെല്ലാം ഹിയോൺ പറയുമ്പോൾ എനിക്കും എന്നിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ല, വേണ്ട ശരിയാവില്ല എന്നല്ല ജിയങ് എതിർക്കുന്നുണ്ട്. അവളത് എതിർക്കാൻ മെയിൻ കാരണം അവളിൽ കോൺഫിഡൻസ് ഇല്ലാത്തതല്ല, മറിച്ച് ഇത് ഹിസ്റ്ററിയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുപോലെ ഈ ഒരു നാടും അയൽ രാജ്യവും തമ്മിലുള്ള ആ ഒരു പ്രശ്നമൊക്കെ തന്നെ ആ സമയത്ത് ഇതുപോലെ ഹിസ്റ്ററിയിൽ ഇല്ലാത്ത ഒരു കോമ്പറ്റീഷൻ ഇപ്പൊ നടന്നാൽ അതിന്റെ റിസൾട്ട് എന്തായാലും ഹിസ്റ്ററിയെ ചേഞ്ച് ചെയ്യും. അങ്ങനെ താൻ കാരണം ഹിസ്റ്ററി മാറേണ്ടെന്ന രീതിയിൽ അവൾ അതിനെ എതിർക്കുമ്പോൾ പക്ഷെ ആ കാര്യമൊന്നും തുറന്നു പറയാതെ ഞാനില്ല എനിക്ക് ധൈര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ഹിയോണിനെ എതിർക്കാനായി ജിയങ് നോക്കുന്നത്. പക്ഷെ വിട്ടുകൊടുക്കാതെ ഹിയോൺ ജിയങ്ങിന് എന്തിനു സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവളെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഒരു ഓഫർ കൊടുക്കുന്നു. ഈ ഒരു കോമ്പറ്റീഷനിൽ മത്സരിച്ച് നീ വിജയിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്, അങ്ങനെ നീ വിജയിക്കുന്നതിന് പാരിതോഷികമായി നിന്റെ കാണാതായ ആ റെസിപ്പി ബുക്ക് ഞാൻ കണ്ടെത്തി തരുമെന്ന്. മാങ് എന്ന ആ ഒരു ബുക്കല്ലേ നിനക്ക് വേണ്ടത്, അത് തീർച്ചയായും നിനക്ക് കിട്ടുമെന്നല്ല ഹിയോൺ പറയുമ്പോൾ അല്ല ആ ബുക്ക് എവിടെയാന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് എനിക്ക് എടുത്തു തരാന്ന് ഇത്ര കോൺഫിഡന്റ് ആയി പറയുന്നത് എന്താണെന്ന് ജിയങ് ചോദിക്കുമ്പോൾ നീ അതിനെ പറ്റി ഒന്നും ആലോചിക്കണ്ട, എങ്ങനെങ്കിലും മത്സരത്തിൽ വിജയിക്കാൻ നോക്ക്, അത് മാത്രം ഇപ്പൊ ചിന്തിച്ചാൽ മതി എന്ന് ഹിയോൺ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഹിയോൺ അതേ പേരിൽ ഒരു ബുക്ക് ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ, പക്ഷെ അത് ജിയങ്ങിനെ അറിയില്ല. എന്തായാലും അങ്ങനെ കോമ്പറ്റീഷന് വേണ്ടി ജിയങ്ങിനെ സമ്മതിക്കേണ്ടി വരുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഈ ഒരു കോമ്പറ്റീഷന്റെ കാര്യം അറിയുന്ന മുത്തശ്ശിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം 2 നാടും തമ്മിലുള്ള പ്രശ്നം വഷളാവുമെന്ന്, അതിലെന്തെങ്കിലും ചെയ്യണമെന്ന് മുത്തശ്ശി തീരുമാനിച്ച് അയൽ രാജ്യത്തെ രാജാവിന് വേണ്ടി ഒരു കത്ത് തയ്യാറാക്കുന്നു. അപ്പോഴേക്കും ഈ വന്നിരിക്കുന്നവർക്ക് ഇപ്പൊ ജിയങ് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഐറ്റം ജേസണും മോക് ജോൺ ടേസ്റ്റ് ചെയ്യണം. അത് മാക്രോൺ ആണ്, അവർക്ക് അത് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാതെ കുശുമ്പ് മൂലം മോക് അത് കൊള്ളില്ല എന്നൊക്കെ പറയുമ്പോൾ വെറുതെ പറയണ്ട, എന്തായാലും ആ പെണ്ണുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ വളരെ രുചികരമാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഹിയോൺ ചലഞ്ച് ചെയ്ത കണക്ക് തന്നെ ആ ഷെഫുമാരെയെല്ലാം ഈ ജിയങ് തോൽപ്പിക്കുമെന്ന്. അങ്ങനെ തോൽപ്പിച്ചാല് തീർച്ചയായും അവർ ഇപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒന്നും തന്നെ ആവശ്യപ്പെടാതെ മടങ്ങി പോകുമെന്നത് ഉറപ്പാണ്. എന്നിരുന്നാലും എങ്ങാനും നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ജിയങ് 3 ഷെഫുമാരുടെ മുന്നിൽ തോൽക്കുകയാണെങ്കിൽ അത് ഹിയോണിന് വലിയൊരു തിരിച്ചടിയായിരിക്കും. ഹിയോണിനെ മറ്റു മന്ത്രിമാരൊക്കെ ഇപ്പൊ തന്നെ ഹിയോൺ എടുക്കുന്ന ഓരോ തീരുമാനത്തിന്റെ പേരിലൊക്കെ രഹസ്യമായി എതിർക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ തോൽക്കുക കൂടി ചെയ്ത ആ ഒരു എതിർപ്പ് പരസ്യമായി മാറും. അങ്ങനെ പതിയെ ഹിയോണിന് അവന്റെ അധികാരം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അങ്ങനെ ആകുമ്പോൾ അത് എനിക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്, എനിക്ക് ആ തക്കത്തിന് അധികാരം കൈയടക്കാൻ സാധിക്കുന്നല്ല. ഈ ഒരു കോമ്പറ്റീഷനിൽ എങ്ങനെയും ഹിയോണും ജിയങ്ങും തോൽക്കണം എന്നതാണ് തന്റെ ആവശ്യമെന്ന് ജേസൺ അവിടെ ഡിസ്കസ് ചെയ്യുന്നു. ശേഷം എന്ത് സംഭവിക്കും, കോമ്പറ്റീഷന്റെ അവസാനം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.